ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ സുർജിത്തേട്ടൻ അകാൽ ലൈംലൈറ്റ് ക്യാപ്ചർ. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് 2020 KLF വെച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളിതാ മനോരമ ഹോർത്തൂസ് കൊച്ചിയിൽ കാണാൻ പോകുന്നു. പക്ഷേ അത് പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ കൊച്ചിയിൽ പാപ്പൻ്റെ ഫ്ലാറ്റിൽ നിൽക്കാൻ വന്നപ്പോൾ മൂപ്പർക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കൊച്ചിയിലുണ്ട് കേട്ടോ ഒരാഴ്ച എന്ന്. അപ്പോൾ മൂപ്പർ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പം ഉണ്ട്, നമുക്ക് നാളെ ഹോർത്തൂസിന് പോയാലോ നൈറ്റ്. ഞാൻ ഓക്കെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചി സുഭാഷ് പാർക്കിൽ ഞങ്ങളിതാ ഹോർത്തൂസ് കാണാൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ടോക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് പിന്നെ പകൽ ഇറങ്ങാൻ പറ്റില്ല, ഞാൻ നീലയാണ്, വെയിലൊന്നും കൊള്ളാൻ കഴിയില്ല. എൻ്റെ അമ്മയും പാപ്പയും ഉച്ചയ്ക്ക് വന്ന് മഞ്ജു വാര്യരുടെയും കമലഹാസൻ്റെയും സെഷനൊക്കെ കണ്ടിട്ട് പോയതാണ്. ടോക്കൊന്നും കാണാൻ വന്നില്ലെങ്കിലും എൻ്റെ വേദിയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. പിന്നെ ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുടെ, പിന്നെ കുറേ ഫുഡിൻ്റെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഹോർത്തൂസ് നടത്തുന്നത് മനോരമയാണല്ലോ, അപ്പോൾ മനോരമയ്ക്ക് മനോരമയുടെ ഒരു ചരിത്രപഥം കാണിക്കണമല്ലോ. അപ്പോൾ അവരവരുടെ ആദ്യത്തെ പത്രം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ പബ്ലിഷ് ചെയ്ത്, ആ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജ് തൊട്ട് മിക്ക കൊല്ലങ്ങളിലെയും മിക്ക മാസങ്ങളിലെയും സ്പെഷ്യൽ ഇവൻറ്റ്സ് നടന്നിട്ടുള്ള എല്ലാ ന്യൂസും മെയിൻലി ഫസ്റ്റ് പേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം അവിടെ അങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇങ്ങനെ കൊല്ലങ്ങളിങ്ങനെ പോവുകയാണ്. 1888 ഇങ്ങനെ തുടങ്ങി എൻ്റെ ബർത്ത്ഡേ ഇയർ എപ്പോഴാണ് വരിക എന്ന് കുറേ അങ്ങ് തപ്പി നടന്നപ്പോൾ ദോണ്ടേ ഇരിക്കണു നമ്മുടെ 1999 ഏപ്രിലിൽ ദത്തകഴി കഥാവശേഷനായി. ഏപ്രിൽ 27 എന്നെൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ലെങ്കിലും ഏപ്രിൽ 11 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബർത്ത് മന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. പിന്നെ അവിടെ അവരുടെ ആദ്യത്തെ കാർട്ടൂണ് തൊട്ട് അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ കാർട്ടൂണുകൾ തൊട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന നല്ല കളർഫുൾ കാർട്ടൂൺസ് വരെ അവരിവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ഈ ഭാഗത്ത് മോഹൻലാൽ, ഇങ്ങനെ മറ്റേ ഭാഗത്തേക്ക് പോയാൽ പ്രേം നസീർ, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മമ്മൂട്ടി, മറുഭാഗത്ത് സത്യൻ. ഇതാണ് അവരുടെ പുസ്തകശാല. ഒരുപാട് ബുക്സ് ഉണ്ട്, മലയാളമായും ഇംഗ്ലീഷായും കുട്ടികൾക്കുള്ള പുസ്തകമായും എല്ലാ ജോണറിലുമുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കായലിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടൊന്നും കായൽ കാണിച്ചില്ല എന്ന് വെച്ചാൽ മോശമല്ലേ. 9 മണിക്ക് ഹോർത്തൂസിൻ്റെ അവിടെ ചങ്ങല കെട്ടി ക്ലോസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. ഇതാ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ പങ്കുവച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ബൈ.